ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ എന്താണ് റഹീമ. അത് നമ്മൾ പറഞ്ഞു വന്നത് വക്കാന അള്ളാഹു സുബ്ഹാനഹു വ തആല ആകുന്നു ബിൽ മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് റഹീമൻ, ആരാകുന്നു? റഹീമാകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ് ഇവിടെ ഉദ്ദേശം എന്താ? മുഅ്മിനീങ്ങളോട് റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു മുഅ്മിനീങ്ങളോട് മാത്രമല്ല റഹീം, പിന്നെയോ ഇന്നല്ലാഹ കാന ബിന്നാസി റഊഫർ റഹീമ എന്ന് പറഞ്ഞില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിന്നാസ്, മുഴുവൻ ജനങ്ങളോടും റഊഫുമാണ്, റഹീമാണ്. പക്ഷേ ഈ ആയത്തിൽ, നമ്മുടെ ആയത്തിൽ വകാന ബിൽ മുഅ്മിനീന റഹീമ എന്നാണ്. അപ്പോൾ അവിടെ ഉദ്ദേശം എന്താണ്? യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ തൻ്റെ റഹ്മത്തിൽ പ്രവേശിക്കുന്നതല്ലേ. അത് പ്രത്യേക റഹ്മത്താണ്, അത് പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അതില്ല എങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് വിശാലമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ അറാബി അല്ലാഹുമ്മ ഇർഹംനി വ മുഹമ്മദ, അള്ളാഹു എന്നോടും മുഹമ്മദിനോടും റഹ്മത്ത് കാണിക്കണേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ലഖദ് തഹജ്ജർത വാസിഅൻ, വിശാലമായ റഹ്മത്തിനെ താങ്കൾ കുടുസാക്കി കളഞ്ഞു എന്നാണ്. കുടുസാക്കി കളഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ആ റഹ്മത്തല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ മുഅ്മിനീങ്ങൾക്ക് ഖാസായിട്ടുള്ള, പ്രത്യേകമായിട്ടുള്ള റഹ്മത്താണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ ദീനിൽ ഉറപ്പിച്ച് നിർത്തി. അതേപോലെ തന്നെ ഇവിടെ പിന്നെ വിജ്ഞാനം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ ഈമാൻ വർദ്ധിപ്പിച്ച് വ്യതിചലനമില്ലാതെ ഇസ്ലാമിലെ ഈമാനിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തി നിർത്തി. ഇങ്ങനെയൊക്കെയുള്ള ദീനിലുള്ള അറിവ്, വിജ്ഞാനം, ഇതൊക്കെ പകർന്നുകൊണ്ടുള്ള പ്രത്യേക അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അവിടെ ഉദ്ദേശം. വകാന ബിൽ മുഅ്മിനീന റഹീമ. നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു കുട്ടി, ഒരു വലിയ ആൾക്കൂട്ടം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടി വഴിയിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഇബിനി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഉമ്മ ഓടി എന്നിട്ട് കുട്ടീൻ്റെ അടുത്ത്. കാരണം ഈ ആളുകൾക്കിടയിൽപ്പെട്ട അപകടം വരും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ സഹാബികൾ അത് കണ്ടിട്ട്, ആ രംഗം കണ്ട ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞ് ഒരിക്കലും ഈ കുട്ടീനെ അമ്മ തീയിലേക്ക് എറിയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹു ആണ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ തീയിലേക്ക് എറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിൻ്റെ പ്രത്യേകതയാണ് മുഅ്മിനീങ്ങളുള്ള റഹ്മത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലും വിശ്വാസികളെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അൻതി റഹ്മത്തി, അള്ളാഹു സ്വർഗത്തിനോട് അഭിസംബോധന ചെയ്ത് പറഞ്ഞാണ് അൻതി റഹ്മത്തി, നീ എൻ്റെ റഹ്മത്താകുന്നു, നിന്നിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞു. നരകത്തിനോട് പറഞ്ഞു അൻതി അദാബി, നീ എൻ്റെ അദാബാണ്, നിന്നിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നവരെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന ജന്നത്തിലേക്ക് ആർക്കാ പ്രവേശനം കൊടുക്കുക? അത് മുഅ്മിനീങ്ങൾക്കാണ്. അപ്പോൾ ദുനിയാവിൽ ഈമാൻ, ഇൽമ് തുടങ്ങിയ റഹ്മത്ത് അത് അള്ളാഹു വിശ്വാസികൾക്ക് കനിയും. ആഖിറത്തിൽ സ്വർഗമാകുന്ന റഹ്മത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാ കനിയ? ബിൽ മുഅ്മിനീങ്ങൾക്കാണ് കനിയ. അടുത്ത ഈ തുടർന്നുള്ള വചനം തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം വ അഅദ്ദ ലഹും അജ്റൻ കരീമ. എന്താ ബിൽ മുഅ്മിനീന, പിന്നെ വകാന ബിൽ മുഅ്മിനീന റഹീമ എന്ന് പറഞ്ഞില്ലേ. മുഅ്മിനീങ്ങളെ കുറിച്ചാണ് ഇവിടെ വിഷയം. തഹിയ്യതുഹും യൗമ യൽഖൗനഹു, എന്താ തഹിയ്യതുഹും? അവരുടെ തഹിയ്യത്ത്. എന്താ തഹിയ്യത്ത്? തഹിയ്യത്ത് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടരെ കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന ആദ്യ സംസാരം, അതാണ് തഹിയ്യത്ത്, അഭിവാദ്യം അല്ലേ. അഭിവാദ്യം ഒരാളുമായി അഭിമുഖമാകുമ്പോൾ
ആദ്യം നിർവഹിക്കുന്ന സംസാരം അതാണ് തഹിയ്യത്ത്. ആ തഹിയ്യത്തിനനുസരിച്ചാണ് എന്തിന് പിന്നെ സ്വീകരണത്തിനനുസരിച്ചാണ് പിന്നീട് എന്തുണ്ടാകുക, ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതി, അതിൻ്റെ പിന്നെ അത് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ തുടങ്ങിയതൊക്കെ ഈ തഹിയ്യത്തിനനുസരിച്ചിരിക്കും. അന്ത്യനാളിൽ അതാണ് യൗമ യൽഖൗനഹു അല്ലേ, യൗമ യൽഖൗനഹു, അവർ യൽഖൗന എന്ന് പറഞ്ഞാൽ അവർ കണ്ടുമുട്ടുന്നു, സന്ധിക്കുന്നു. ലഖിയ യൽഖ, യൽഖൗൻ അവർ സന്ധിക്കുന്നു എന്നാൽ വിശ്വാസികൾ അവർ സന്ധിക്കുന്നു, കണ്ടുമുട്ടുന്നു. ഹു ഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അള്ളാഹുവാണ് അല്ലേ, വേറെ ഉദ്ദേശം പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും യൗമ യൽഖൗനഹു, അവർ വിശ്വാസികൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം തഹിയ്യത്തുഹും, അവരുടെ തഹിയ്യത്ത് അല്ലെങ്കിൽ അവർക്കുള്ള തഹിയ്യത്ത് സലാം എന്നാകുന്നു, സലാം എന്നാകുന്നു. എല്ലാ ആളുകളും അള്ളാഹിനെ കണ്ടുമുട്ടും പരലോകത്ത്. എല്ലാവരും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹുമായി സന്ധിക്കും എല്ലാവരും. പക്ഷേ അള്ളാഹുവുമായി സന്ധിക്കുന്നവരിൽ ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സലാം എന്ന തഹിയ്യത്തിൽ സ്വീകരിക്കും, മറ്റു ചിലരെ അള്ളാഹു എന്തില്ല സ്വീകരിക്കൂല, വിഗണിക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു വിഗണിക്കും. അപ്പോൾ ആ സ്വീകരണത്തോടു കൂടി തന്നെ അറിയാം, സലാം എന്ന സ്വീകരണത്തോടു കൂടി തന്നെ അറിയാം എന്ത് സ്വീകരിക്കപ്പെടുന്നവർ എങ്ങനെയെന്നുള്ളത്. സലാം എന്നുള്ള തഹിയ്യത്ത് ഇല്ലാതെ സ്വീകരിക്കുന്നവരുണ്ട്, അള്ളാഹുമായി സന്ധിക്കുന്നവരുണ്ട്. അവർക്കറിയാം തങ്ങൾ എന്ത് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഒന്ന് പിന്നെ തഹിയ്യത്തിൻ്റെ വിഷയം. നമ്മുടെ തഹിയ്യത്ത് എന്താ, ദുനിയാവിൽ നമ്മുടെ തഹിയ്യത്ത് എന്താ? അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് നമ്മുടെ തഹിയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമു സബാഹൻ എന്ന് പറഞ്ഞ്, ഉമു സബാഹൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് അറിയും പോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നല്ലൊരു തഹിയ്യത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പഠിപ്പിച്ച്. ഏതായാലും തഹിയ്യത്തുഹും, ഈ ഹയ്യ നല്ല ജീവിതം നേരുക എന്നാണ്. ഹയ്യ നല്ല ജീവിതം നേരുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നല്ലൊരവസ്ഥ നേരുക എന്നുള്ളതാണ് ശരിക്ക് ഈ തഹിയ്യത്ത്. ഹയ്യ യുഹയ്യി, അതിൽ നിന്നാണ് തഹിയ്യത്ത്. പക്ഷെ അത് ഈ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ നൽകാനുള്ള അഭിവാദ്യമായിട്ട് പിന്നീട് പിന്നെ വിരചിതായി ഈ തഹിയ്യത്ത് എന്നുള്ള പ്രയോഗം. സലാം എന്നുള്ളത് രണ്ടർത്ഥമാണ്. സലാം ഒന്ന് അമ്നാണ്, നിർഭയത്വം, പിന്നെ സുരക്ഷയാണ് സലാമത്ത്. സുരക്ഷയും നിർഭയത്വവും അതാണ് സലാം അർത്ഥാക്കുന്നത്. അപ്പോൾ നമ്മളൊരാൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സുരക്ഷയുണ്ടാകട്ടെ എന്നാണ് നമ്മൾ നൽകുന്ന പിന്നെ സന്ദേശം. നമ്മൾ നിർവഹിക്കുന്ന ദുആ, പ്രാർത്ഥന. അസ്സലാമു അലൈക്കും എന്നുള്ളത് ദുആയാണ്. ആ ദുആയിൽ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശം. ഒന്ന് അമ്ന്, നിർഭയത്വം, മറ്റൊന്ന് സലാമത്ത്, സുരക്ഷ. അപ്പോൾ നമ്മൾ ആർക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയും, നമ്മൾ കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മളൊരാൾ കണ്ടുമുട്ടുമ്പോൾ സഹാബികളൊക്കെ പിന്നെ ഒന്നിച്ച് നടക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ അവർ വഴി പിരിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കണ്ടുമുട്ടും. ഒന്നുകിൽ ഒരു മരം മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ വഴി പിരിയേണ്ടി വന്നു, അല്ലെങ്കിൽ വല്ല കല്ലോ അല്ലെങ്കിൽ സ്ഥലം തന്നെ അവരെ വേർപ്പെടുത്തിയിട്ട് പിന്നെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സലാം പറയുമായിരുന്നു എന്നാണ്. കാരണം എന്താ, ഈ സലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്നാണ്, സലാമത്താണ്. ഒരാൾക്ക് നിർഭയത്വം കിട്ടാൻ, ഒരാൾക്ക് സുരക്ഷ കിട്ടാൻ വേണ്ടി നിർവഹിക്കുന്ന ദുആയാണ്. അതുകൊണ്ടാണ് അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞത്. എല്ലാവരും എപ്പോഴും സലാമിനെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞത് അതിൻ്റെ ആ ഒരു പിന്നെ ഫലം, ആ ദുആയുടെ ഒരു പിന്നെ മാഹാത്മ്യം അത് പരിഗണിച്ചാണ്. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളൊരു വിഷയമാണ് അമ്ന്, നിർഭയത്വം. നിർഭയത്തല്ല എങ്കിൽ ഒന്നാലോചിച്ച് നോക്കിയാൽ, നിർഭയത്തല്ലെങ്കിൽ ജീവിതം സാധ്യമല്ല, നിർഭയത്തില്ല എങ്കിൽ ഇബാദത്തുകൾ സാധ്യമല്ല. അപ്പോൾ പിന്നെ ഏതായാലും സലാം എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വീകരിക്കുന്ന വിഷയം. ഇവിടെ തഹിയ്യത്തുഹും, അവർക്കുള്ള തഹിയ്യത്ത്, ആർക്ക് മുഅ്മിനീങ്ങൾക്കുള്ള തഹിയ്യത്ത്. യൗമ യൽഖൗനഹു, അവർ അള്ളാഹുവെ കണ്ടുമുട്ടുന്ന ദിവസം സലാമാകുന്നു എന്നാണ്. സൂറത്ത് യാസീനിൽ പറഞ്ഞില്ല എന്താ
സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം. എന്താ സലാമുൻ ഖൗലൻ മിൻ റബ്ബിൻ റഹീം, റഹീമായ റബ്ബിൽ നിന്നുള്ള കലാം. എന്താ അവർക്ക് സലാം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വർഗത്തിൽ അവരെ സലാം കൊണ്ട് അഭിമുഖീകരിക്കുമെന്നാണ്. തയ്യും. ഇവിടെ വേറൊരു വിശദീകരണം വന്നത് തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു, അവർ ഹു എന്ന് പറഞ്ഞെങ്കിൽ മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തിനെ അവർ കണ്ടുമുട്ടുന്ന ദിവസം. മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? മരണ ദിവസം. മരണസമയം മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള തഹിയ്യത്ത് സലാം എന്നാണ്. മരണവേളയിൽ, മരണത്തിൻ്റെ വേദനയിൽ, വെപ്രാളത്തിൽ കഴിയുമ്പോൾ മലക്കുൽ മൗത്ത് സലാം ഓതി വരും എന്നുള്ളതാണ്. സലാം ഓതിയിട്ട് വരും എന്നുള്ളതാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു എന്നൊക്കെ പറഞ്ഞില്ലേ, ഖൗഫ് വേണ്ട, ഹുസ്ന് വേണ്ട. ആ സമയം സലാം ഓതിയിട്ട് വരുന്നതാണ് മലക്കുൽ മൗത്ത്. അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. മലക്കുൽ മൗത്ത് സലാം ഓതിയിട്ട് വന്നിട്ട് റൂഹിനെ ചോദിക്കും എന്നുള്ളതാണ്. ആരോട്? ഇവിടെ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. ഇനി വഅഅദ്ദ ലഹും അജ്റൻ കരീമ. വഅഅദ്ദ ലഹും, അവൻ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അഅദ്ദ ലഹും, അവർക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അജ്റൻ കരീമൻ, അജ്ർ എന്ന് പറഞ്ഞാൽ സവാബ്, പ്രതിഫലം. കരീമൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? കരീം എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നഫീസ് എന്നാണ്. നഫീസ്, നഫീസ് എന്ന് പറഞ്ഞെങ്കിൽ അമൂല്യമായത്, അമൂല്യമായത്. അപ്പോൾ അജ്റൻ കരീമൻ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ വിലമതിക്കാനാവാത്ത പ്രതിഫലം, അതാണ് ഉദ്ദേശം. നമ്മൾ മാന്യമായ എന്നൊക്കെ പറയും, പക്ഷേ കരീം എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഇതാണ്, നഫീസ്. ഈ സഭയിലെ രാജ്ഞിക്ക് നൽകിയ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വ ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം എന്നാണ്. ഹുദ് ഹുദ് പക്ഷിൻ്റെ അടുക്കൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തയച്ച കത്തുണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട് അവിടെ ഇടുക ചെയ്തത്. എവിടേക്ക്? സഭയിലെ രാജ്ഞി ബൽഖൈസ് എന്നവരുടെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് ഇടുക ചെയ്തത്. പക്ഷിയോടൊന്ന് മുകളിൽ കൊണ്ടുപോയിട്ട് ഇടുക ചെയ്തത്. അപ്പോൾ ആ കത്തെടുത്തിട്ട് രാജ്ഞി ആളുകളോട് പറയുകയാണ്, പ്രമുഖരോടും പ്രമാണിമാരോടും പറയുകയാണ്, അയ്യുഹൽ മല, പ്രമാണിമാരെ വിളിച്ചിട്ട് പറയുകയാണ്, പ്രമുഖരെ വിളിച്ചിട്ട് പറയുകയാണ്, ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീമുൻ എന്നാണ്. കിതാബുൻ കരീമുൻ, എനിക്ക് ഒരു കരീമായ ലെറ്റർ, കത്ത് നൽകപ്പെട്ടിരിക്കുന്നു, എന്നിലേക്ക് ഇട്ട് തരപ്പെട്ടിരിക്കുന്നു പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാനിൽ നിന്നുള്ള കത്താണ്, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തുടക്കത്തിലുള്ള കത്താണ് എന്ന് പറയണം. അവിടെ കിതാബുൻ കരീം എന്ന് പറയാൻ കാരണം എന്താ? അവർ രാജ്ഞിയാണ്, കുറേ കത്തുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതൊരു പ്രത്യേകം ഒരു അമൂല്യമായ നിധി എന്ന് പറയില്ല, അതേപോലെ അമൂല്യമായിട്ടുള്ള ഒരു എഴുത്താണ് എന്നാണ് പറയുന്നത്. ഏതായാലും അതാണ് പിന്നെ കരീം എന്നതിൻ്റെ പ്രത്യേകത. ഇവിടെ വഅഅദ്ദലഹും, അള്ളാഹു അവർക്ക് ഒരുക്കിയിരിക്കുന്നു അജ്റൻ കരീമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നെ മഹത്തായ പ്രതിഫലം. ആ പ്രതിഫലത്തിൻ്റെ പ്രത്യേകത, അങ്ങനെയുള്ള പ്രതിഫലം അറിയപ്പെട്ടിട്ടില്ല, അറിയപ്പെട്ടില്ല. അത്ര ഉന്നതമായ മഹനീയമായ പ്രതിഫലം അള്ളാഹു അവർക്ക് ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹു ആ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അത് വിശ്വാസികളുടെ പ്രത്യേകത പറയല്ല, വേറെ. ഇവിടെ വഅഅദ്ദ ലഹും സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവിനെയാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു ഇതിന് തൊട്ടും പറയുന്നത് വക്കാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു മുഅ്മിനീങ്ങളോട് റഹീമാകുന്നു എന്ന് പറയുന്നു. എന്നിട്ട് തഹിയ്യത്തുഹും, ആ മുഅ്മിനീങ്ങൾക്കുള്ള അഭിവാദ്യം, യൗമ യൽഖൗനഹു, ആ മുഅ്മിനുകൾ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന ദിവസം, സലാമുൻ, സലാമാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അതവിടെ പിന്നെ മുഅ്മിനീങ്ങൾക്കുള്ളൊരു ആദരവിൻ്റെ വിഷയം തന്നെ പറയുന്നത്. ഇവിടെ വഅഅദ്ദ ലഹും, വകാന ബിൽ മുഅ്മിനീന, അവിടെ അള്ളാഹാണല്ലോ, ആ അള്ളാഹുവിലേക്കാണ് ഇവിടെ ഉദ്ദേശം. വഅഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് ഒരുക്കിയിരിക്കുന്നു അജ്റൻ കരീമ എന്നുള്ളത്, അല്ലാതെ മലക്കുൽ മൗത്ത് ഒരുക്കിയിരിക്കുന്നു എന്നല്ല. ഇവിടെ തൊട്ട് മുമ്പ് അറിയപ്പെട്ടത് അള്ളാഹിനെയാണ്. അതാണ് നമ്മൾ പറഞ്ഞ ഈ അജ്റൻ കരീമ എന്ന് പറയുമ്പോൾ അതാണ് മാല ഐനു റഅത് വല ഉദുനുൻ സമീഅത് വല ഖതറ അല ഖൽബി ബശർ എന്നല്ലേ.
കണ്ണുകൾ കാണാത്ത, കാതുകൾ കേട്ടിട്ടില്ലാത്ത, മനുഷ്യ മനസ്സുകൾ കോലപ്പെടുത്തിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഒരുക്കിയ കൂലി. അതുകൊണ്ടാണ് അജറൻ കരീമ എന്ന് പറയുന്നത്. സൂറത്ത് അഹ്സാബിൽ യാ അയ്യുഹൻ നബി എന്ന് എത്ര പ്രാവശ്യം വിളിയുണ്ട് നമ്മൾ പഠിച്ചേ? സൂറത്ത് അഹ്സാബിൽ ഇപ്പോൾ നമുക്കിത് എത്ര പ്രാവശ്യം വന്ന് യാ അയ്യുഹൻ നബി? സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെ? യാ അയ്യുഹൻ നബി തഖില്ല അല്ലേ? പിന്നെ എത്ര പ്രാവശ്യം പിന്നെ വിളി വന്നോ? യാ അയ്യുഹൻ നബി വന്നു. യാ അയ്യുഹൻ നബിയു റസൂലുള്ളാഹിന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലേ? യാ അയ്യുഹൻ നബിയു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്ത ദുനിയ വസീനത. അവിടെ യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക തഖീറിൻ്റെ ആയത്തിൽ വന്നില്ലേ? നമ്മൾ പഠിച്ചു പോയി. അപ്പോൾ ഈ സൂറത്തിൽ 2 പ്രാവശ്യം യാ അയ്യുഹൻ നബി വന്നു. ഇത് എത്രാമത്തെ പ്രാവശ്യം? 3-ാമത്തെ പ്രാവശ്യം. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിശേഷണങ്ങൾ നൽകിയിട്ട് ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അള്ളാഹു വിളിക്കുകയാണ് യാ അയ്യുഹൻ നബി. സൂറത്തുൽ അഹ്സാബിൽ ഈ വിളി ഇനിയുണ്ട്, 5 തവണ വന്നിട്ടുണ്ട് യാ അയ്യുഹൻ നബി. ഇത് 3-ാമത്തെ വിളിയാണ്. യാ അയ്യുഹൻ നബി, നബിയെ എന്ന് അള്ളാഹു വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇന്ന അർസൽനാക, ഇന്ന തീർച്ചയായും നാം, അർസൽനാക താങ്കളെ നാം അയച്ചിരിക്കുന്നു. എന്തേ എങ്ങനെ അയച്ചിരിക്കുന്നു? ഷാഹിദൻ. എന്താ ഷാഹിദൻ? ഷാഹിദൻ എന്ന് പറഞ്ഞാൽ സാക്ഷി, സാക്ഷി. ഷഹാദത്ത് സാക്ഷി. ഷഹാദത്ത് സാക്ഷിയാണ്. ഷാഹിദൻ എന്ന് പറഞ്ഞാൽ സാക്ഷി, സാക്ഷിയായി അയച്ചിരിക്കുന്നു. വ മുബശ്ശിറൻ, മുബശ്ശിറൻ എന്താ? മുബശ്ശിറത്ത് എന്ന മുബശ്ശിർ എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ബിഷാറത്ത്, ബഷാറത്ത് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ഇത് ഷഹാദത്ത്. പിന്നെ വ നദീറൻ, നദീറൻ നദീർ എന്നാണ് മുന്നറിയിപ്പുകാരൻ, നദാറത്ത്. പിന്നെ വദാഇയൻ ഇലല്ലാഹ്, എന്താ ദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ദാഇയൻ. ദാഇ ദാര്? ദാഇ എന്ന് പറഞ്ഞാൽ പ്രബോധകൻ, ദാഇയൻ. അവിടെ ദഅവത്ത്. ദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ദാഇ, പ്രബോധകൻ. ബി ഇദ്നിഹി, അള്ളാഹിൻ്റെ ഇതിന് പ്രകാരം പറയാം. വസിറാജൻ മുനീറ. സിറാജ് എന്താ? സിറാജ് സിറാജ് എന്നുള്ളത്, സിറാജ് എന്താ? സിറാജ് വിളക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5 പ്രത്യേകതകൾ. ഒന്ന് ഷഹാദത്ത് സാക്ഷ്യം, മറ്റൊന്ന് ബഷാറത്ത് സുവിശേഷം, മറ്റൊന്ന് നദാറത്ത് മുന്നറിയിപ്പ്, പിന്നൊന്ന് ദഅവത്ത് പ്രബോധനം, പിന്നൊന്ന് സിറാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭ പരത്തുന്ന, പ്രകാശം പൊഴിക്കുന്ന ദീപമാണ്, വിളക്കാണ്. തയ്യബ്. അതിൽ ഇന്ന അർസൽനാക താങ്കളെ നാം അയച്ചിരിക്കുന്നു ഷാഹിദൻ. ഷാഹിദൻ എന്ന സാക്ഷിയാണ്. ആർക്ക് സാക്ഷി? എന്തിന് സാക്ഷി? നിസ്വാസർമാതകൾ സാക്ഷിയാണ്. സാക്ഷ്യം എന്താ? സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ സാക്ഷ്യം വഹിക്കലായിരിക്കാം. സാക്ഷ്യം വഹിക്കൽ പിന്നെ ഒന്നുകിൽ ഒരാളൊരു കാര്യം വാദിച്ച് വരുമ്പോൾ അയാൾക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കും, അല്ലേ? അനുകൂലമായിട്ട് സാക്ഷ്യം വഹിക്കും. അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് പ്രതികൂലമായിട്ട് സാക്ഷിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ് മുൻ കടന്നു പോയ നബിമാർക്കും ഉമ്മത്തികൾക്കും, അല്ലേ? അവർക്ക് സാക്ഷിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ നബിമാർ സത്യപ്രബോധനം നടത്തി, നബിമാരുടെ ബാധ്യതകൾ നബിമാർ നിർവഹിച്ചു. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. പ്രത്യേകിച്ച് പരലോക കോടതിയിൽ അള്ളാഹു വിചാരണ നടത്തും. ഇപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിചാരണയെക്കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, നൂഹിനോട് ചോദിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അലൈഹിസ്സലാം, ഉമ്മത്തികൾക്ക് എത്തിച്ചോന്ന്. കാരണം ഉമ്മത്തികൾ പറയും മാ ജാഅന മിൻ നദീർ, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പാരനും വന്നിട്ടില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയിട്ട് ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ല എന്ന്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കും, എത്തിച്ചിട്ടില്ലേ? അപ്പോൾ എത്തിച്ചെന്ന് പറയുമ്പോൾ മൈ യഷ്ഹദു ലക്, താങ്കൾക്ക് അനുകൂലമായി ആര് സാക്ഷ്യം പറയും എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദിൻ വ ഉമ്മത്തു, മുഹമ്മദ് നബിയും ഉമ്മത്തികളും എനിക്ക് സാക്ഷി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷി പറയും. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു കടന്നുപോയ നബിമാർക്ക് സാക്ഷിയാണ് ഇവിടെ പരലോകത്ത്. അവരുടെ പ്രബോധനത്തിനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നിർവഹിച്ച പ്രബോധനത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ് ആർക്ക്? നമ്മൾ ഉമ്മത്തികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ. അള്ളാഹു കാക്കട്ടെ പ്രതികൂലമാകുക എന്നുള്ളതായിരുന്നു. അതാണ് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ വജിനാ ബിക അലാ ഹഉലായി ഷഹീദ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ, എല്ലാ സമുദായത്തിൽ നിന്നും സാക്ഷികളെ കൊണ്ടുവരും. എല്ലാ സമുദായത്തിൽ നിന്നും സാക്ഷികളെ കൊണ്ടുവരും. എല്ലാ സമുദായങ്ങളിലേക്കും അയച്ച നബിമാരെയാണ് സാക്ഷികളായിട്ട് കൊണ്ടുവരിക. വജിനാ ബിക, അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, താങ്കളെ ഞാൻ കൊണ്ടുവരും അലാ ഹഉലായി. ഹഉലായി എന്ന് പറഞ്ഞാൽ ഉമ്മത്തികൾ, ഉമ്മത്തികൾക്കെതിരിൽ ഷഹീദൻ സാക്ഷിയായി, അല്ലെങ്കിൽ ഉമ്മത്തികൾക്ക് സാക്ഷിയായിട്ട് താങ്കളെ കൊണ്ടുവരും. കൈഫ ഇദാ ജീനാ ബിക്, താങ്കളെ കൊണ്ടുവരുന്ന സമയം എങ്ങനെയിരിക്കുമെന്നാണ്. ഉമ്മത്തികൾക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്ന സമയം അതെങ്ങനെയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. അപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞത്, അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി ആരാണ്? സാക്ഷിയാണ്. ആർക്ക് സാക്ഷിയാണ്? പൂർവ്വകാലത്തുള്ളവർക്ക് സാക്ഷിയാണ്. പിന്നെ ഈ ഉമ്മത്തികൾക്ക് സാക്ഷിയാണ്, ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി. അതാണ് ഇവിടെ പിന്നെ റസൂലുള്ളാഹി ഷാഹിദാണ്, സാക്ഷിയാണ്. വ മുബശ്ശിറൻ, മുബശ്ശിറൻ റസൂലുള്ളാഹി മുബശ്ശിർ, ബഷാറത്ത് നിർവഹിച്ചവനാണ്. ബഷാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷ വാർത്ത, സന്തോഷ വാർത്ത, സുവിശേഷം അറിയിക്കുന്നവനാണ്. ആർക്കാണ് സുവിശേഷം? എന്തുകൊണ്ടാണ് സുവിശേഷം? ആർക്കാ? വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് സുവിശേഷം. എന്തുകൊണ്ട് സുവിശേഷം? സ്വർഗം കൊണ്ട് സന്തോഷം. എപ്പോൾ വിശ്വാസികൾക്ക് സ്വർഗം? എപ്പോഴാണ്? വബശ്ശിരിൽ മുഅ്മിനീൻ അല്ലദീന വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന, ഇങ്ങനെ പറഞ്ഞേ. വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ വഅന്ന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അഅതദ്ന ലഹും അദാബൻ അലീം. അവിടെ അല്ലദീന യഅമലൂന സാലിഹാത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബശ്ശിർ, സന്തോഷ വാർത്ത ഉണ്ടല്ലോ, നിർവഹിക്കുന്നവനാണ്. ആർക്ക്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമായി വിശ്വാസമൊക്കെ സാക്ഷാത്കരിച്ച ആളുകൾക്ക് എന്തുകൊണ്ട്? പ്രതിഫലം, അല്ലേ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബശ്ശിർ എന്ന് പറയുമ്പോൾ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. ആർക്ക്? വിശ്വസിച്ചവർക്ക്, സൽപ്രവർത്തികൾ ചെയ്തവർക്ക്. എന്തുകൊണ്ട്? സ്വർഗം കൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബശ്ശിർ എന്ന് പറയുമ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. അള്ളാഹിൻ്റെ കൂലി കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. ആ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു പറഞ്ഞത് ചെയ്യണം. ഈമാൻ, അമലുൽ സാലിഹ്, സൽപ്രവൃത്തി അത് ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാകുമ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്യണം? ആളുകൾ ആ സന്തോഷ വാർത്ത കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കണം, അല്ലേ? അപ്പോൾ ഈമാനും സൽപ്രവൃത്തികളും പഠിപ്പിക്കുന്നവനാണ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗമുണ്ട്, അള്ളാഹിൻ്റെ കൂലിയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം മുബശ്ശിറൻ എന്ന് പറയുമ്പോൾ കേവലം ഒരു സുവിശേഷം പറയുന്നവനെന്നോ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനോ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ ഈമാനും സൽപ്രവൃത്തികളും സാക്ഷാത്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കാണ് സുവിശേഷം. അപ്പോൾ ഈമാൻ എന്ത് എന്ന് പഠിപ്പിക്കണം, സൽപ്രവൃത്തികൾ എന്ത് എന്ന് പഠിപ്പിക്കണം. അതിനെ തുടർന്നിട്ട് എന്താണ് ഈ കൂലി, എന്താണ് ഈ സ്വർഗം, അതൊക്കെ പഠിപ്പിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം മുബശ്ശിർ എന്ന് പറയുമ്പോൾ. മുബശ്ശിറൻ, പിന്നെ നദീറൻ. നദീർ എന്ന് പറഞ്ഞാൽ അതാണ് നദീർ, മുന്നറിയിപ്പുകാരൻ. അതാണ് നദാറത്ത്. നദാറത്ത് എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അപകടം പതിയിരിക്കുന്നുണ്ട്, അപകടം കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ സൂക്ഷിച്ചോളിയും കരുതിക്കോളിയും എന്നുള്ളതാണ്, അല്ലേ? അതാണ് അപകട അറിയിപ്പ്.
അപായ സൂചന നൽകൽ, നദീർ എന്ന് പറഞ്ഞെങ്കിൽ. നദാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിഷാറത്ത്, സുവിശേഷം പറയുന്നവൻ എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നദീർ, മുന്നറിയിപ്പുകാരൻ കൂടിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, വഅൻദിർ എന്താ വഅൻദിർ, നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക, അശീറതകൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്ക്. അപ്പോൾ റസൂൽ എല്ലാവരും എന്ത് ചെയ്തത്? വാ സബാഹ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ച്, വാ സബാഹ എന്ന് പറഞ്ഞെങ്കിൽ ഈ അപകട അറിയിപ്പ് നൽകാനാണ്, അറബികളുടെ പ്രയോഗമാണ്. എന്തെങ്കിലും ഒരു അപകട അറിയിപ്പ് ഉണ്ടെങ്കിൽ അതാണ് പറയുക, വാ സബാഹ എന്ന് വിളിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്തോ ഒരു അപകടം മണക്കുന്നു എന്ന്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിച്ചു കൂട്ടി സഫാ കുന്നിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഞാൻ ഈ സഫ മലയുടെ ചെരുവിലൂടെ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ അലാമീനാണ്, വിശ്വസിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ പറയാണ്, ഇന്നി ലക്കും നദീറുൻ ബൈന യദൈ സാഅ, ഞാൻ നിങ്ങൾക്ക് അന്ത്യനാളിന് മുന്നോടിയായിട്ടൊരു നദീറാണ്, മുന്നറിയിപ്പുകാരനാണ് എന്ന് പറയുന്നത്. റസൂൽ എന്താണ് നദീറാണെന്ന് പറഞ്ഞത്. അപ്പോഴാണ് അവിടെ അബൂലഹബ് എന്ത് ചെയ്ത്? കല്ലെടുത്ത് എറിഞ്ഞത്. അലിഹാദ ജമാഅത്തന, ഇതിനാ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് എറിഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അയാൾ ആക്രോശിച്ചു എന്നുള്ളതാണ് ചരിത്രം. അവിടെ നദീർ, അതാണ് നദീർ. ഖും ഫഅൻദിർ എന്ന് പറഞ്ഞേ, ഖും ഫഅൻദിർ, എന്താ ഖും ഫഅൻദിർ? എവിടെയാണ് ആയത്ത്? സൂറത്ത് ഏതിൽ? മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഇത് ഈ സൂറത്ത് എപ്പോഴാണ് ഇറങ്ങണ? സൂറത്ത് രണ്ടാമത് ഇറങ്ങണ സൂറത്തല്ലത്. ആദ്യം ഇറങ്ങിയ ഇഖ്റ ബിസ്മി ഇറങ്ങി. പിന്നെ മാസങ്ങൾക്ക് ശേഷം സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങി, യാ അയ്യുഹൽ മുദ്ദസ്സിർ. റസൂലുള്ളാഹിക്ക് ആദ്യം ഇഖ്റ ബിസ്മി ഇറങ്ങിയ പിന്നെ കുറേ കാലം വഹി നിലച്ചു. ഇപ്പോൾ റസൂലുള്ളാഹിക്ക് ആകെ ആവശ്യമായി, പനിയായി, ഒക്കെ പേടിയൊക്കെ ആയല്ലേ. അപ്പോൾ റസൂലുള്ളാഹിക്ക് എടുക്കുകയാണ്, വസ്ത്രം പുതച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് പറയുന്നത്. പുതച്ച് കിടക്കുന്ന നബിയെ ഖും, എഴുന്നേറ്റ്, ഫഅൻദിർ, എന്താ ഫഅൻദിർ? നദീർ, മുന്നറിയിപ്പ് നൽകാൻ പറയുന്നു. മുന്നറിയിപ്പിൽ ബഷാറത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നദാറത്തിൻ്റെ പ്രത്യേകത ഒരു അപകടം പതിയിരിക്കുന്നുണ്ടാവും. ആ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഒരു ക്ലാസ്സിൽ, ലാ യഗുറൻക മാ തറാ മിൻ ഉനാസിൻ ഫഇന്ന തഹ്ത ദുലൂഇ ദാഅൻ ദവിയ, അതുകൊണ്ട് വദഇ സുംത വർഫഇ സൈഫ് ഹത്താ ലാ തുബ്ഖി അലാ ദഹ്രിഹ അമവിയ എന്ന് പറഞ്ഞില്ലേ. എന്താ? അബ്ബാസികളുടെ ഭരണകാലം തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ അബ്ബാസി ഖലീഫ അബുൽ അബ്ബാസ് അസ്സഫാഹ്, അബുൽ അബ്ബാസ് അസ്സഫാഹ് ഒന്നാമത്തെ ഭരണാധികാരിയായ അധികാരത്തിൽ വന്നു. ഹിജറയുടെ 132 ഖുലഫാ റാഷിദീങ്ങൾ കഴിഞ്ഞിട്ട് അമവികളാണ് വന്നത്. അമവികൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ തുടങ്ങിയിട്ട് മർവാൻ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന അവസാനത്തെ അമവി ഖലീഫ അത് ഭരിച്ച് പിന്നെ അബ്ബാസികളുടെ ഭരണകാലമാണ്. ഹിജറയുടെ 132 അബ്ബാസികൾ അധികാരത്തിൽ വന്നപ്പോൾ ഈ നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആര് വന്നത്? അബ്ബാസികൾ വന്നത്. അമവികൾക്കെതിരെയുള്ള ആളുകളൊക്കെ പിടിച്ചത് ഇവർ നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്, നബി കുടുംബത്തിന് അധികാരം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ട് കൂട്ടരുണ്ട് നബി കുടുംബത്തിന് വേണ്ടി, അലവികളുണ്ട്, അബ്ബാസികളുണ്ട്. ശരിക്ക് അലവികൾ അലിയാരുടെ പേര് പറഞ്ഞിട്ടാണ്, അലി റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് ഇത് കിട്ടേണ്ടതെന്നുള്ള ഭരണം വരേണ്ടതെന്നുള്ള ആൾക്കാണ് എന്ത് ചെയ്തത്? ആളുകളെ വശീകരിച്ചത്. സ്വാഭാവികമായിട്ട് ആരിലേക്ക് വരേണ്ടിയിരുന്നു? അലി റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരകളിൽ വരേണ്ടിയിരുന്നു. പക്ഷേ ഭരണം കിട്ടിയതായിരിക്കാണ്? അബ്ബാസികൾക്കാണ്. അബ്ബാസികളാരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പര. അപ്പോൾ പിന്നെ അന്ന് രാഷ്ട്രീയ അവസ്ഥ വളരെ പ്രശ്നമാണ്. ഒന്ന്, അലവികൾക്ക് ഇത് പോയില്ല, കാരണം അവർക്കാണ് ഇത് വരേണ്ടത്. അലി റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് ഇത് വരേണ്ടത്, പക്ഷെ വന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് ഇത് വന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ അലീൻ്റെ മകൻ അബ്ദുൽ അബ്ബാസ് സഫാഹ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മൂന്നാമത്തെ പേരക്കുട്ടിയാണ്.
ഒന്നാം അബ്ബാസി ഖലീഫ. ഏതായാലും ഇവർ ഈ അബുൽ അബ്ബാസ് ഈ സഫാഹ് അധികാരത്തിൽ വന്നപ്പോൾ പിന്നെ അമവികളിൽ നിന്ന് പിടിച്ചു വാങ്ങിയാണ്. അതുകൊണ്ട് തന്നെ അമവികളെ മുഴുവൻ ഇവരെന്ത് ചെയ്ത് വധിച്ചു, കണക്കിന് വധിച്ചു. കാരണം അവർക്ക് പേടി, ഇനിയും ഇവർ അമവികൾ തല പൊക്കുമോ എന്നുള്ള പേടി. അതുകൊണ്ട് തന്നെ അമവികളായിട്ട് അറിയപ്പെട്ടവരെ മുഴുവൻ കൊന്നു, കശാപ്പ് ചെയ്തു. അമവികൾക്കൊരു ഉണ്മയില്ലാത്ത വിധം അവരെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അവരുടെ നേതാക്കന്മാരൊക്കെ. അതാണ് ഒരു കൂട്ടർ അധികാരത്തിൽ വരുമ്പോൾ മറ്റൊരു കൂട്ടരെ തോൽപ്പിച്ചിട്ടാണെങ്കിൽ അതാണ് ഇതിൻ്റെ ചരിത്രം. ഏതായാലും പറയുമ്പോൾ ഇതൊന്നും അന്യരല്ല, ഒന്നും ആരല്ല, അന്യരല്ല, ഒരു കുടുംബത്തിലെ മെമ്പർമാരാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഉണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ബാസിൻ്റെ വാപ്പാരാ? അബ്ബാസിൻ്റെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ വാപ്പ ഹാഷിം, ഹാഷിമിൻ്റെ വാപ്പ അബ്ദുൽ മനാഫ് അല്ലേ. ഈ അബ്ദുൽ മനാഫിൻ്റെ മകനാണ് അബ്ദുൽ ഷംസ്, അബ്ദുൽ ഷംസിൻ്റെ പിന്നെ മകനാണ് ഉമയ്യ. ഉമയ്യൻ്റെ മക്കളാണ് ആര്? ഇവർ ബനു ഉമയ്യ, അമവികൾ. അമവികൾ അതേപോലെ അബ്ബാസികൾ, ഇവരൊക്കെ അബ്ദുൽ മനാഫിൽ കണ്ണി ചേരുന്നവരാണ്. അബ്ദുൽ മനാഫിൻ്റെ മക്കളാണ് ഇതൊക്കെ. പക്ഷേ ഈ പ്രശ്നം ഉണ്ടല്ലോ, ഈ ഒന്ന് രാഷ്ട്രീയ വടംവലി, വൈരാഗ്യം, ഇതൊക്കെ തലയിലേറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണത്. ഇപ്പം ഔസ് ഖസറജ്, അൻസാരികൾ, അൻസാരി എന്ന് പറയുന്നവരാരാ? അൻസാരികൾ ഔസും ഖസറജുമാണ്. ഔസും ഖസറജും ആരാൻ? ഒരു ഉമ്മൻ്റെയും വാപ്പൻ്റെയും മക്കളാണ്, ഒരു ഉമ്മൻ്റെയും വാപ്പൻ്റെയും മക്കളാണ് ഔസ് ഖസറജ്. പക്ഷെ അവർ പിൽക്കാലത്ത് എന്തായി? അവർ കൊടിയ ശത്രുക്കളായി, വൈരികളായി മാറി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്ന കാലങ്ങളിൽ ഇവർ തമ്മിത്തച്ച് തീരാനായിരുന്നു. അവർ ജനങ്ങൾ തീരാറാകുമായിരുന്നു, അത്ര പ്രശ്നക്കാരായിരുന്നു അവർ. പക്ഷേ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇത് ഇസ്ലാമാണ് അവരെന്ത് ചെയ്ത് ഐക്യപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, വലോ അംഫഖ്ത മാഫിൽ അർദ് ജമിഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവർക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, അള്ളയാണ് അവർക്കിടയിൽ ഐക്യം ഉണ്ടാക്കിയെന്ന് പറയില്ല. ഈ വ്യക്തിവിരോധവും വൈരാഗ്യവും, അത് ഈ ചോരകൾ തമ്മിൽ ഇത്തരം ദുന്യവി വിഷയങ്ങൾ, അതാണ് ഇവിടെ. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര വൈരവും ശത്രുതയൊക്കെ ആണെങ്കിലും ചില അടുപ്പങ്ങൾ ഉണ്ടാവുമല്ലോ, ചില ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചില ബന്ധം ഉണ്ടായിരുന്നു ഈ അബുൽ അബ്ബാസ് സഫാഹിന്, ഒന്നാം അബ്ബാസി ഖലീഫക്ക്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളെ കൊല്ലാൻ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് അബുൽ അബ്ബാസ് സഫാഹ് എന്ത് ചെയ്തു? അത്തരം ബന്ധങ്ങളായിട്ട് കഴിയാണ്. അപ്പോൾ ആ ഒരു പാർട്ടി അദ്ദേഹത്തിന് പിന്നെ ഈ അമവികളായിട്ടുള്ള തൻ്റെ അടുത്ത ആളുകൾ, സുഹൃത്തുക്കൾ, അവരായിട്ട് ഇങ്ങനെ അബുൽ അബ്ബാസ് സഫാഹി ഇരിക്കാൻ, അദ്ദേഹം ഭരണാധികാരിയായിരിക്കും. അപ്പോഴാണ് ഒരു കവി വരുന്നത്, ഒരു ദാർശനികനാണ്, കവിയാണ്. അയാൾ വന്നിട്ട് ഒരു ഇബ്നു മൈമൂൻ പേര് വിട്ടുപോയി, അയാൾ വന്നിട്ട് കാണുന്നത് എന്താണ്? ഖലീഫ, എന്നാ ഖലീഫ ഇവരായിട്ട് ഇരിക്കുകയാണ്, സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കവി പറയാണ്, അതാണ് നമ്മുടെ വിഷയം, അതാണ് ലാ യഗ്റുൻക മാ തറാ മിൻ ഉനാസിൻ ഫഇന്ന തഹ്ത ദുലൂഇ ദാഅൻ ദവിയ. താങ്കൾ ഈ കാണുന്ന മുഖങ്ങൾ അതിലൊരിക്കലും വഞ്ചിതരാകണ്ട. ഫഇന്ന തഹ്ത ദുലൂഇ ദാഅൻ ദവിയ, കാരണം ഈ വാരിയെല്ലുകൾക്കിടയിൽ മഹാരോഗമാണ് ഉള്ളത്. നിങ്ങളോട് ഇപ്പം ചിരിച്ച് കളിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണ്ട, പിന്നെയോ ആ നെഞ്ചകത്ത് മഹാരോഗമാണുള്ളത്, കരുതിക്കോളിയും എന്നാണ് അബ്ബാസി ഖലീഫിനോട് പറയണത്. എന്നിട്ട് പറയാണ്, വദഇ സൗത്ത്, സംസാരം ഒഴിവാക്കി, വർഫഇ സൗത്ത്, വാൾ ഉയർത്തിയും എന്ന് പറയാണ്. അവരോട് സംസാരിച്ച് കിന്നാരം പറഞ്ഞിരിക്കണ്ട, പിന്നെയോ വർഫഇ സൈഫ്, വാളെടുക്കാൻ പറയാണ്. എന്നിട്ട് ഹത്താ ലാ തുബിഖി അലാ ബഹരിഹ ഉമവിയ, ഭൂമിക്കുപരിയിൽ ഒരു അമവിയെ പോലും ബാക്കി വെക്കരുതെന്ന്. ആയിരിക്കണത് ആരാണ്? അമവികളാണ്, ഒരാളെയും ബാക്കി വെക്കരുത് എന്ന് പറയണം. ഈ സാഹിത്യകാരന്മാരുണ്ടല്ലോ, കവികൾ പ്രത്യേകിച്ച് ആ കാലങ്ങളിൽ പെട്ടെന്ന് മനസ്സ് കീഴടക്കും. കവിതയുടെ ഒരു പ്രത്യേകത അതാണ്. അറബി സാഹിത്യത്തിൽ വിശിഷ്യ കവിതക്ക് ഭയങ്കര സ്വാധീനം. ഇത് കേട്ട മാത്രയിൽ ഈ ആളുകളെ മുഴുവൻ കൊല്ലുകയെന്ന് മാത്രമല്ല, എന്നിട്ട് പിന്നെ അവരുടെ മയ്യത്ത് കെടുത്തിയിട്ട് അയിമലാണ് ഭക്ഷണം വിളമ്പിയെന്ന്. ഭക്ഷണം വിളമ്പിയ ആ ചരിത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഭക്ഷണം വിളമ്പിയിട്ട് ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ പറയാണ്, ഈ
നമുക്ക് ഈ മയ്യത്തിൻ്റെ അവിടെ നിന്ന് മാറ്റിയിട്ടിട്ട് ഭക്ഷണം കഴിക്കാം. കാരണം ഇവരെ മണം അടിച്ചിട്ട് തിന്നാൻ പറ്റണില്ല എന്ന് പറയണ ചിലർ. അപ്പോൾ ഖലീഫ പറയാണ്, നോക്കണം അപ്പോൾ ഖലീഫ പറയാണ്, അവരുടെ മണം എനിക്കിപ്പോൾ അത്യബിൻ റീഹിൽ മിസ്ക് എന്നാണ്, കസ്തൂരിയുടെ മണത്തേക്കാൾ എനിക്ക് പരിമളമുണ്ട് എന്ന് പറയുന്നു. ആര് പറയുന്നത്? ഇവരോട് ഇതുവരെ സ്നേഹത്തിൽ സംബന്ധിച്ച ഖലീഫ പറയാണ്, ലാ മണം എനിക്ക് കസ്തൂരിയേക്കാൾ പരിമളാണ്, അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ തന്നെ തിന്നാം എന്ന് പറയാണ് എന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ നദാറത്ത് ഉണ്ടല്ലോ, അപകട അറിയിപ്പ്, അത് മനസ്സിലാക്കാനാണ്. അവിടെ പിന്നെ പറയാണ്, ലാ യഗുറൻക മാ തറാ മിൻ ഉനാസിൻ ഫഇന്ന തഹ്ത ദുലൂഇ ദാഅൻ ദവിയ്യാണ്. വാരിയെല്ലുകൾക്കിടയിൽ ദാഅൻ ദവിയ്യനാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഈ ആളുകളിൽ വഞ്ചിതനാകണ്ട എന്ന് പറഞ്ഞിട്ട് നൽകിയാൽ മുന്നറിയിപ്പ്. അല്ല കുല്യൻ സഫറുല്ലാഹി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? മുന്നറിയിപ്പുകാരനാണ്, നദീറാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ വഹയിൽ തന്നെ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ എന്നൊക്കെ റസൂലുള്ളാഹിനെ കൂടെ കൽപ്പിച്ചു. വമുബശ്ശിറൻ വനദീറ എന്ന് പറഞ്ഞു. സാക്ഷ്യം വഹിക്കണ എപ്പോഴാണ്? ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷമല്ലേ. ഇപ്പം സാക്ഷ്യം വഹിക്കല്ല വരാനുള്ളത്. പിന്നെ ഇതൊക്കെ പരലോക കോടതിയിൽ എത്തിയിട്ട് അവിടെ ഇതൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷമുള്ള സാക്ഷ്യം തന്നെ എന്താ? ഇസ്ലാമിക സാങ്കേതിക ശബ്ദധാരാവലിയിൽ ഷഹാദത്തിൻ്റെ അർത്ഥം എന്താ? അറിഞ്ഞൊരു കാര്യം പറയുക എന്നുള്ളതാണ്. താൻ അറിഞ്ഞൊരു കാര്യം പറയലാണ് സാക്ഷ്യം. ഇപ്പോൾ കോടതിയിൽ ഷഹാദത്ത് തെളിവാണ്, സാക്ഷ്യം. അതെന്താ? ഒരു വാദി ഒരു പ്രതി അല്ലേ, വാദി ഒരു കാര്യം അവതരിപ്പിക്കുന്നു, പ്രതി അത് നിഷേധിക്കുന്നു. അപ്പോൾ വാദിനോട് തെളിവുണ്ടോ ചോദിക്കുകയാണ്. തെളിവുണ്ട്. എന്താ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സാക്ഷിനെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ ആ സാക്ഷി വന്നിട്ട് സാക്ഷ്യം പറയും. എന്താ പറയുക? താൻ അറിഞ്ഞത്, താൻ കണ്ടത്, അതാണ് സാക്ഷ്യം വഹിക്കുക. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാത്തത് പറയലല്ല. പിന്നെയോ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞത് പറയലാണ്. അത് പദം തന്നെ അറിയിക്കണത് അറിയാത്തതിന് പ്രവചിക്കലല്ല. കണ്ടത്, കേട്ടത്, മനസ്സിലാക്കിയത്, ബോധ്യപ്പെട്ടത് പറയുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല സാക്ഷികൾ പിന്നെ നബിയിൽ പരിമിതമല്ല. ഇപ്പോൾ ഉമ്മത്തികൾ സാക്ഷികളാണ്, പൂർവ്വകാല ഉമ്മത്തികൾക്ക് സാക്ഷികളാണ്. അപ്പം എല്ലാവരും അതേപോലെ ആയി പറയണം. പിന്നെ ഫക്കൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ, എല്ലാ ഉമ്മത്തിൽ നിന്നും ഷഹീദിനെ കൊണ്ടുവരുന്നതാണ്, സാക്ഷികളെ കൊണ്ടുവരുന്നതാണ്. അതൊക്കെ അദൃശ്യം പ്രവചിക്കുന്നവരെ കൊണ്ടുവരുന്നുള്ള അർത്ഥമല്ല. പിന്നെ തങ്ങളറിഞ്ഞതിൽ സാക്ഷ്യം വഹിക്കുന്നവർ എന്നുള്ളതാണ്, തങ്ങളറിഞ്ഞതിൽ സാക്ഷ്യം വഹിക്കുന്നവർ. പിന്നെ പരലോക കോടതിയിൽ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവിടെ സാക്ഷികൾ പലരുണ്ട്. ഇപ്പോൾ വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ വവുദിയൽ കിതാബു വജീഅ ബിന്നബിയ്യീന വശുഹദാ വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ. വിചാരണയുടെ ഭൂമിക റബ്ബിൻ്റെ പ്രകാശത്താൽ പ്രകാശമയമാകും. വവുദിയൽ കിതാബ്, വിചാരണക്കുള്ള കിതാബ്, ഓരോരുത്തരുടെയും വിചാരണയുടെ രേഖ വെക്കപ്പെടും. വജീഅ ബിന്നബിയ്യീന വശുഹദ, നബിമാരെ കൊണ്ടുവരും, വശുഹദ സാക്ഷികളെയും. നബിമാർ വേറെ, സാക്ഷികൾ വേറെ കൊണ്ടുവരപ്പെടും. അവിടെ ഉണ്ടാകും സാക്ഷികളുണ്ട്, വേറെയുണ്ട്. എന്നിട്ട് വഖുദിയ ബൈനഹും ബിൽ ഹഖ് എന്നാണ്, പിന്നെയാണ് വിധി തീർപ്പ്. അപ്പോൾ ഈ സാക്ഷി എന്ന് കേൾക്കുമ്പോൾ ഇതിനൊക്കെ ഭാവി പ്രവാചകന്മാരും അദൃശ്യ വൃത്താന്തം പറയുന്നവരെന്നുള്ളത് അത് ശരിയല്ല. ഒന്നാമത് ആ പദം തന്നെ അത് അറിയിക്കുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ മാത്രമുള്ളതല്ല, പിന്നെയോ ഉമ്മത്തികളുടെ അളവിൽ ഒക്കെ ഒരു സാക്ഷികളാണ്. പിന്നെ വേറെയും പിന്നെ സാക്ഷികൾ സമുദായങ്ങളിൽ നിന്നുണ്ട്. ഭൂമി സാക്ഷിയാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി സാക്ഷിയാണ്. അപ്പോൾ ഭൂമി പറയുന്നില്ലേ, ഭൂമിക്കുപരിയിൽ ആളുകൾ ചെയ്തതിനെക്കുറിച്ച് ഭൂമി പറയുമെന്നാണ് പരലോക കോടതിയിൽ. ഭൂമി സാക്ഷിയാണ്. അതൊക്കെ എന്താ? ഇതൊന്നും വ്യക്തമായിട്ട് ഒരാൾക്ക് ഗൈബ അദൃശ്യം പ്രവചിക്കാൻ അറിയും എന്നുള്ള തെളിവേ അല്ല, ഈ പദമായിട്ട് അറിയിക്കുന്നില്ല. എന്നാൽ ആർക്കും അദൃശ്യം അറിയില്ല എന്നറിയിക്കുന്ന വ്യക്തമായ ടെസ്റ്റുകളുണ്ട്. വഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അത് വ്യക്തമായ രേഖയാണ്. ഗൈബ് വാനങ്ങളിലും ഭുവനങ്ങളിലും
അറിയുന്നവൻ അള്ളാഹു മാത്രം. അള്ളാഹു മാത്രം. പിന്നെ ഇവർ നബിയെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞ ഗൈബ് അറിയുന്നത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ അള്ളാഹു പറയുകയാണ് വല ആലമുൽ ഗൈബ്, വല ആലമുൽ ഗൈബ്, ഗൈബ് ഞാൻ അറിയൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിതായി പറയണം, അള്ളാഹു പറയിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്താണത്. വല ആലമുൽ ഗൈബ്, വല മറ്റൊരു ആയത്തിൽ വലൗ കുൻതു ആലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എത്രയോ നന്മകൾ, ഗുണങ്ങൾ അത് വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് പറയാം. ഖണ്ഡിതമായിട്ട് ഗൈബ് അറിയില്ല എന്നുള്ള ആയത്തുകളെ കണ്ടില്ലെന്നടിച്ച് ഗൈബ് അറിയിക്കുമോ എന്നുള്ളതിൽ പദം തന്നെ അത് അറിയിക്കണില്ല. ഇങ്ങനെയുള്ള ഈ അല്ല വചനങ്ങളാണ് അത് അറിയുമെന്നുള്ളതിന് തെളിവ് പിടിക്കണം. എന്താ ഇതിന് പറയാ, എന്താ പറയുക, കലാപങ്ങൾ ഉടലെടുത്താൽ പിന്നെ ഇതുപോലത്തെ യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പിന്നെ അവിടെ ഹിസാസിനൊന്നും ഒരു ഇതുണ്ടാവില്ല. ആര് ഹിസാസ് നടത്തും? ഹിസാസ് നടത്തേണ്ടവരാണ് ഈ കൊല നടത്തേണ്ടത്. അമവികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് ഖുലഫാ ഉർ റാഷിദൂൻ വന്നു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി 30 കൊല്ലം. എന്നിട്ട് 40-ൽ അമവികൾ ഖിലാഫത്തിൽ വന്നു. ഒന്നാമത്തെ അമവി ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു 132 വർഷം, 132 വരെ അവർ തുടർന്നു. 40 മുതൽ 132 വരെ. 32-ൽ അബ്ബാസികൾ വന്നു. ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമിക ഭരണമാണ്. പക്ഷേ ഈ അധികാര പ്രശ്നം, അവരല്ലേ ഭരണാധികാരികൾ, അവരടുത്താണ് എല്ലാം അവരടുത്താണ്. ഇവിടെ നമ്മൾ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ. എന്താ വദാഇയൻ ഇലല്ലാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അയച്ചത് അർസൽനാക ദാഇയൻ. എന്താ ദാഇ എന്ന് പറഞ്ഞാൽ ദഅവത്ത് നടത്തി, ദാഇ എന്ന് പറഞ്ഞാൽ പ്രബോധകൻ. വദാഇയൻ പ്രബോധകനായ നിലക്കും. എവിടേക്കാ പ്രബോധകൻ? ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. അതാണ് അടിവരട്ട് മനസ്സിലാക്കേണ്ടത്. ദഅവത്ത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിലേക്ക് എത്തിക്കാനാണ് ദഅവത്ത്. അള്ളാഹുവിലേക്ക്, അത് ഇഖ്ലാസിനാണ് അറിയിക്കുന്നത്. ഒരാളും തൻ്റെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ ദുനിയാവിന് വേണ്ടി, തൻ്റെ പേരിന് വേണ്ടി, തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ദഅവത്ത് പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിലേക്കാണ് ദഅവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമാ അദ്ഉ ഇലാ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നു എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞാണ്. ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ, ഞാൻ ദഅവത്ത് നടത്തുന്നു, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. ഉദ്ഉ ഇല എന്താ സബീലി റബ്ബിക, ഉദ്ഉ നീ ദഅവത്ത് നടത്തുക, ഇല സബീലി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ സബീലിലേക്ക്. ഒരാളും ഇവിടെ ദഅവത്ത് നടത്തുമ്പോൾ അള്ളാഹു അല്ലാത്ത ലക്ഷ്യത്തിൽ ദഅവത്ത് നടത്താൻ പാടുള്ളതല്ല. ദഅവത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ദഅവത്ത്. അപ്പോൾ ദഅവത്തിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് സൃഷ്ടികളെ ബന്ധം വളക്കണം, അള്ളാഹുവിലേക്ക് വളക്കണം, അള്ളാഹുവിലേക്ക് ചേർക്കണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. അതിനാണ് ദഅവത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നവനായിട്ടാണ് അയക്കപ്പെട്ടത്. ബിഇദ്നിഹി, എന്താ ബിഇദ്നിഹി? അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം. അവിടെ അള്ളാഹുവിൻ്റെ ഇതിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് അള്ളാഹുവിൻ്റെ അനുവാദമാണ്, സമ്മതമാണ്. ഇതിന് അനുവാദവും സമ്മതമാണ്. അള്ളാഹിൻ്റെ ഇതിന് രണ്ടുണ്ട്. ഒന്ന് ശർഈയായ ഇതിൻ, മതപരമായിട്ടുള്ള ഇതിൻ. മറ്റൊന്ന് കൗനിയായ ഖദരിയായ ഇതിൻ. ഇത് രണ്ട് ഉദ്ദേശമാണ് ഇവിടെ. വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നിർവഹിക്കുന്നവനായിട്ടാണ് അള്ളാഹു റസൂലിനെ അയച്ചത്. അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ ശറഅ് പ്രകാരം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച്, അള്ളാഹുവിൻ്റെ ശറഅ് അനുസരിച്ച് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖദരിയായ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ വിധി, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ നിയമം, അതിന് വിധേയനായിട്ട്
അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണങ്ങൾ പ്രകാരം ദഅവത്ത് നടത്തുവൻ. വദായിയൻ ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് നിർവഹിക്കുന്നവൻ. ബിഇദ്നിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഖദരിയായ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹിൻ്റെ വിധിയാണ്. പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ നിയതമായ നിയമവും തീരുമാനവുമാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകനാണ് എന്നുള്ളത്. അതാണ് ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ, അള്ളാഹുവിൻ്റെ നിശ്ചയത്താൽ, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ നിയോഗത്താൽ അള്ളാഹുവിലേക്കുള്ള ദായിയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകനാണ്. എന്തുകൊണ്ട്? അള്ളാഹു വിധിച്ചതാണ്, അള്ളാഹു തീരുമാനിച്ചാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പ്രബോധകൻ? ബിഇദ്നി, അള്ളാഹുവിൻ്റെ ശർഈയായ ഇതിനെ പ്രകാരം. റസൂലുള്ളാഹിൻ്റെ ദേഹേച്ഛ കൊണ്ടല്ല, സ്വയം ഇഷ്ടം അങ്ങനെയല്ല. പിന്നെയോ അള്ളാഹു നിയമമാക്കിയത്, അള്ളാഹു ദീനാക്കിയത് കൊണ്ടാണ് എന്ത് ദഅവത്ത് നടത്തുന്നത്. അപ്പം മനസ്സിലായി പറഞ്ഞത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കും എന്താണ് ഇവിടെ ഉദ്ദേശമാണ്. വസിറാജം മുനീറ. പിന്നെ ഇവിടെ എന്താ? സിറാജം മുനീറ. സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മിസ്ബാഹ്. മിസ്ബാഹ് എന്നാണ് എന്താ? വിളക്ക് അല്ലേ? മിസ്ബാഹിൻ്റെ ലക്ഷ്യം എന്താ? ഉദ്ദേശം എന്താ? വെളിച്ചം തരിക എന്നുള്ളതാണ്. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വെളിച്ചം തരുന്നതാണ് സിറാജ്. അൽ മിസ്ബാഹ് അല്ലദീ യുസ്തദാഉ ബിഹി, വെളിച്ചം സ്വീകരിക്കുന്ന വിളക്ക്, അതാണ് സിറാജ്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാജം മുനീറ എന്ന് പറഞ്ഞത്. മുനീർ എന്ന് പറഞ്ഞാൽ അനാറ യുനീറു, മുനീർ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്ന, പ്രകാശം പൊഴിക്കുന്ന. അപ്പോൾ പ്രകാശം പൊഴിക്കുന്ന സിറാജ്. സിറാജ് പറഞ്ഞാൽ തന്നെ അതിന് അർത്ഥമുണ്ട്. പക്ഷെ അതിനെ മുനീറ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതെന്തിനാ? അത് ഈ സിറാജ് ഒരു പ്രത്യേക സിറാജാണ്. അത് കത്തിക്കേണ്ടതില്ലാതെ തന്നെ പിന്നെ വെട്ടം പരത്തുന്ന, പ്രകാശം പൊഴിക്കുന്ന സിറാജ് എന്നർത്ഥത്തിൽ. വസിറാജം മുനീറ. ഇതാണ് സുറുജ്. സിറാജിൻ്റെ ബഹുവചനമാണിത് സുറുജ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജിൻ ഇല സുറുജി. അങ്ങനെ സിറാജ്, സുറുജ്, വിളക്കുകൾ എന്ന അർത്ഥത്തിൽ. സിറാജം മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ധകാരങ്ങളിൽ നിന്ന് ആളുകൾക്ക് വെട്ടം സ്വീകരിക്കുവാൻ, വെളിച്ചം സ്വീകരിക്കുവാനുള്ള മാതൃകാ പുരുഷനാണ്. ആളുകൾക്ക് അവരുടെ അന്ധകാരങ്ങളിൽ വെട്ടം സ്വീകരിക്കാൻ, വെളിച്ചം സ്വീകരിക്കാൻ മാത്രം പോന്ന യോഗ്യമായ വ്യക്തിത്വമാണ് എന്നുള്ളതാണ് ഇവിടെ ആ ഒരു പ്രയോഗത്തിൻ്റെ പ്രത്യേകത. സിറാജം മുനീറ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം അടുത്ത ക്ലാസ്സിൽ, ഇതിൻ്റെ ബാക്കി പറയുമ്പോൾ. പിന്നെ ഇത് ഇവിടെ റസൂലുള്ളാഹിക്ക് എത്ര വിശേഷണം ഇവിടെ പറഞ്ഞത്? 5. ആരെങ്കിലും പറയുകയാണിത് ഇവിടെ 7 ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7 സവിശേഷതകൾ പറയുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മളെങ്ങനെ അതിന് പ്രതികരിക്കുക? സിറാജ് മുനീർ 1. അർസൽനാക്ക എന്നുള്ളതിൽ അതാണ്. പിന്നെ അർസൽനാക്ക എന്നുള്ളതിൽ എന്തുണ്ട്? റസൂലുള്ളാഹി ആരാണ്? പിന്നെ അർസൽന, നാം താങ്കളെ റസൂലാക്കി അയച്ചു എന്ന്. അപ്പോൾ അവിടെ റസൂൽ എന്നുള്ളൊരു വിശേഷണമല്ലേ? ഇല്ലേ? റിസാലത്ത്. ഷാഹിദ് അവിടെ ഇല്ലല്ലോ. ഷാഹിദ് എന്നുള്ളതിനാണ് ഷഹാദത്ത് പറഞ്ഞത്. ഒന്ന് ഷഹാദത്ത്, ഷാഹിദ്, മുബശ്ശിർ, നദീർ, ദാഇയൻ ഇലല്ലാഹ്, സിറാജം മുനീർ. ഇതാണ് 5. പക്ഷേ ഇതിലൊരാൾ പറയേണ്ടത് 7 റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒന്ന് നിങ്ങൾ പറഞ്ഞ് റിസാലത്ത്, പിന്നൊന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ ഇതെന്താ? നുബുവത്ത്. എവിടെ നുബുവത്ത്? യാ അയ്യുഹൻ നബി. അല്ലാഹു സുബ്ഹാനഹു വിളിക്കാണ് യാ അയ്യുഹൻ നബി, നബിയെ എന്ന് വിളിക്കാണ്. റസൂലുള്ളാഹി ആരായതുകൊണ്ടാണ്? നുബുവത്തുള്ള വ്യക്തിത്വം ആയതുകൊണ്ടാണ്. അപ്പോൾ നുബുവത്ത്. പിന്നെ അർസൽന, താങ്കളെ നാം റസൂലാക്കി അയച്ചു എന്നാണ്. റഹ്മക്കല്ലാഹ്. റിസാലത്ത്. പിന്നെ ഷഹാദത്ത്, ബഷാറത്ത്, നദാറത്ത്, ദഅവത്ത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7 സവിശേഷതകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ 7 സവിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും, എല്ലാ വിഷയങ്ങളിലും ഏവർക്കും എന്താണ്? മാതൃകയൊത്ത വ്യക്തിത്വമാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സിറാജം മുനീറിൻ്റെ വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിഇദ്നില്ലാഹ്.